വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ശ്വസിക്കുന്ന ഇൻസുലിൻ ഇനി ഇന്ത്യയിലും. സിറിഞ്ചും നീഡിലുമില്ലാതെ ഇനി ഇൻസുലിൻ എടുക്കാം. വായിലൂടെ ശ്വസിക്കുന്ന ഇൻസുലിന് അനുമതി. കുത്തിവെക്കുന്നതോർത്ത് ഇനി പേടിക്കേണ്ട. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നവയാണ് ഈ ശ്വസിക്കുന്ന ഇൻസുലിൻ. ഈ വർഷം തന്നെ ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഇൻസുലിൻ ഇൻഹേലർ ലഭ്യമാവും. അമേരിക്കയിലെ മാൻകൈൻ കോർപ്പറേഷൻ വികസിപ്പിച്ച ഇൻസുലിൻ ഇൻഹേലർ അഫ്രസയ്ക്ക് ഇന്ത്യയിലും അനുമതിയായി. മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സിപ്ലയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും വിൽപ്പന നടത്തുന്നതും. വില പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയിൽ 2014 അംഗീകാരം ലഭിച്ചത്. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന് ചികിത്സ തുടങ്ങി. മയക്കുവെടിയേറ്റ കൊമ്പനെ ലോറിയിൽ കോടനാട് കപ്രിക്കോട് അഭയാരണ്യത്തിൽ എത്തിച്ചു. ആനയ്ക്കിവിടെ ചികിത്സ ആരംഭിച്ചു. അനിമൽ ആംബുലൻസിൽ തടിയും കയറും ഉപയോഗിച്ച് തയ്യാറാക്കിയ കരുത്തുറ്റ കൂട്ടിലേക്ക് കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ കയറ്റിയത്. ആരോഗ്യം വീണ്ടെടുത്ത ആന തലയും ചെവിയും ചെറുതായി ഇളക്കി അനുസരണയോടെയാണ് ലോറിയിൽ നിന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കാനാണ് മയക്കുവെടിവെച്ചത്. അതിരപ്പള്ളിയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള അഭയാരണ്യത്തിൽ 1 മണിക്കൂർ കൊണ്ടാണ് ആനയെ എത്തിച്ചത്. ജനുവരി 15 മുതലാണ് മുറിവേറ്റ കൊമ്പനെ പ്ലാന്റേഷൻ എസ്റ്റേറ്റിൽ കണ്ടു തുടങ്ങിയത്. 24-ന് ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് മുറിവിൽ പുഴുവരിച്ച നിലയിൽ കാണപ്പെട്ടതിനെ തുടർന്നാണ് ചികിത്സ തുടരാൻ തീരുമാനിച്ചത്. തന്നോട് ആർക്കും തർക്കിക്കാനാവില്ലെന്ന് ട്രംപ്. പരസ്പര നികുതി തീരുവയിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കാനാവില്ലെന്ന കാര്യം അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് റൊണാൾഡോ ട്രംപ്. തീരുവയുടെ കാര്യത്തിൽ തന്നോട് ആർക്കും തർക്കിക്കാനാവില്ലെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. മോദിയോട് ഇക്കാര്യം തീർത്തു പറഞ്ഞതാണ്. നിങ്ങൾ ഞങ്ങൾക്കു നേരെ എന്ത് ചുമത്തുന്നുവോ അത് തിരിച്ചും ചുമത്തും. ഏത് രാജ്യത്തോടും അങ്ങനെ തന്നെ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഫെബ്രുവരി 13-ന് മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഏതാനും മണിക്കൂർ മുൻപാണ് ട്രംപ് ഇന്ത്യയുൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് പരസ്പര നികുതി പ്രഖ്യാപിച്ചത്. ഓരോ രാജ്യത്തു നിന്നും ഈടാക്കേണ്ട തീരുവയെക്കുറിച്ച് ഏപ്രിൽ 1-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വാണിജ്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മൂന്നാർ അപകടം. വിദ്യാർത്ഥികളുടെ മരണവാർത്ത നാഗർകോവിൽ കേട്ടത് ഞെട്ടലോടെ. മൂന്നാറിന്റെ തണുപ്പ് ആസ്വദിക്കണം, കാഴ്ചകൾ കാണണം. ഇതൊക്കെ ആഗ്രഹിച്ചാണ് 40 അംഗ സംഘം നാഗർകോവിലിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. പാട്ടും മേളവുമായി തുടങ്ങിയ യാത്ര മൂന്നാറിലെത്തിയപ്പോൾ കണ്ണീരിലും രക്തത്തിലും കുതിർന്നു. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച 3 പേർ ഓർമ്മയായി. മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊടും വളവ് അപകടകാരണമായി എന്നാണ് പ്രാഥമിക നിഗമനം. മാട്ടുപ്പെട്ടി റോഡിലെ കൊടും വളവുകൾ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത്തവണയും ഇതുതന്നെയാണ് സംഭവിച്ചത്. എക്കോ പോയിന്റിന് സമീപത്തുള്ള പാതയോരത്താണ് ബസ് മറിഞ്ഞത്. അമിത വേഗത്തിലായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. അപകടമുണ്ടായപ്പോൾ തന്നെ ബസ് ഡ്രൈവറായ തമിഴ്നാട് മണ്ടേക്കാട് സ്വദേശി ബിനീഷ് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഇയാൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്തു. ഡ്രൈവർക്ക് പരിക്കില്ല. മൃതദേഹങ്ങൾ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. തെറ്റുകൾ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് SFIയെ ഉപദേശിച്ച് മുഖ്യമന്ത്രി. ഇപ്പോൾ സ്വീകരിക്കുന്ന സംശുദ്ധമായ രീതികൾ തുടരണമെന്നും ഏതെങ്കിലും തരത്തിലെ തെറ്റുകൾ സംഭവിക്കരുതെന്നും SFIക്ക് മുഖ്യമന്ത്രിയുടെ ഉപദേശം. തെറ്റിനെതിരെ നല്ല തോതിൽ പടപൊരുതുന്ന നിലയുണ്ടാകണം. സംഘടനയുടെ പ്രത്യേകതകൾ സൂക്ഷിക്കാൻ കഴിയണം. SFIക്കെതിരെ എന്തെങ്കിലും ചെറിയ തോതിലെ പ്രശ്നം കിട്ടിയാൽ വലതുപക്ഷ മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് വാർത്ത കൊടുക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനകളോടെ ലോകം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണം. ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി 5 ദിവസമായി ആശുപത്രിയിൽ തുടരുകയാണ്. മാർപ്പാപ്പയ്ക്ക് ആന്റിബയോട്ടിക് ചികിത്സ തുടരണമെന്നും അല്പം സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും കൂടുതൽ ദിവസം ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. കുടിയേറ്റക്കാരെ ചങ്ങലയിടുന്ന വീഡിയോ പുറത്തുവിട്ട് വൈറ്റ് ഹൌസ്. അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിൽ ബന്ധിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് വൈറ്റ് ഹൌസ്. വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെയാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഹഹ വാവ് എന്ന കമന്റോടെ ഡോജ് സംഘത്തലവൻ എലോൺ മസ്ക് ദൃശ്യങ്ങൾ ഷെയർ ചെയ്തു. ആളുകളെ കൈയിലും കാലിലും ചങ്ങലയിൽ ബന്ധിച്ച് വിമാനത്തിൽ കയറ്റുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പൗരന്മാരെ ചങ്ങലയിൽ ബന്ധിച്ച് അമേരിക്കൻ യുദ്ധവിമാനങ്ങളിൽ തിരിച്ചയക്കുന്നതിനെതിരെ
വിവിധ രാജ്യങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് ദൃശ്യങ്ങൾ വൈറ്റ് ഹൌസ് പങ്കുവച്ചത്. ഇന്ത്യയിലേക്കടക്കം നാടുകടത്തുന്നവരുടെ 41 സെക്കൻഡ് വീഡിയോയാണ് വൈറ്റ് ഹൌസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. PSC അംഗങ്ങൾക്ക് ശമ്പളത്തിൽ ഒറ്റയടിക്ക് കൂട്ടിയത് ലക്ഷങ്ങൾ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ LDF സർക്കാർ വരുത്തിയത് 1.3 ലക്ഷം രൂപയുടെ വർധന. നിലവിൽ PSC ചെയർമാന്റെ ആകെ ശമ്പളം 2.26 ലക്ഷം രൂപയാണ്. ഇത് 3.50 ലക്ഷമായി ഉയരും. ഇതുകൂടാതെ PSC അംഗങ്ങളുടെ ശമ്പളത്തിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ചെയർമാനും അംഗങ്ങൾക്കും ഉണ്ട്. കുടുംബാംഗങ്ങളുടെ ചികിത്സ ഉൾപ്പെടെ സൗജന്യമാണ്. ഇവയ്ക്കെല്ലാം പുറമെയാണ് ഇപ്പോൾ ലക്ഷങ്ങളുടെ വർധനവ്. എന്നാൽ രാപ്പകൽ സമരം ചെയ്ത ആശാവർക്കർമാർക്ക് ലഭിച്ചത് 2 മാസത്തെ കുടിശ്ശിക മാത്രം. ഓണറേറിയത്തിന്റെ വർധനവും 62 വയസ്സിൽ വിരമിക്കുമ്പോൾ 5 ലക്ഷം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ഈ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. രാവിലെ 11 മണിക്ക് രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. 9ഓളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും വനിതാ, OBC, മധ്യവർഗത്തിന്റെ പ്രതിനിധി എന്നീ 3 ഘടകങ്ങൾ രേഖ ഗുപ്തയ്ക്ക് തുണയായി. രാംലീല മൈതാനത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സർക്കാർ പ്രതിജ്ഞ ചെയ്താണ് അധികാരമേറ്റത്. വേനൽക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പിടിമുറുക്കുന്നു. വേനൽ കനത്തതോടെ ജില്ലയിൽ സാംക്രമിക രോഗങ്ങളും പടരുന്നു. 2 ആഴ്ചക്കിടെ 95 പേർക്ക് മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. എന്നാൽ സർക്കാർ, സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും എത്തുന്നവരുടെ എണ്ണം ഇതിലും കൂടുതലാണ്. രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുമ്പോഴും കൃത്യമായ എണ്ണം ആരോഗ്യവകുപ്പിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനോ കുടിവെള്ള സ്രോതസ്സുകൾ ശുചിയാക്കാനോ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. ദിനംപ്രതി 10ലധികം പേർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ടെന്നാണ് വിവരം. ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുന്നതാണ് പലപ്പോഴും വില്ലനാകുന്നത്. വേനൽ കടുത്തതോടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ശുദ്ധജല ദൗർലഭ്യമുണ്ട്. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതും രോഗവ്യാപനത്തിന് കാരണമാകുന്നു. ടാങ്കറുകളിൽ കൊണ്ടുവരുന്ന കുടിവെള്ളം ആശ്രയിക്കുന്ന പ്രദേശങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. കാര്യവട്ടത്തെ റാഗിംഗ്. പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചതിനെ തുടർന്ന് പ്രതിഷേധമുയരുന്നു. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നടന്ന റാഗിംഗ് അതിക്രൂരമല്ലെന്ന് വിലയിരുത്തി പോലീസ്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അറസ്റ്റ് ചെയ്ത 7 പേരെ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എന്നാൽ പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പ്രതിഷേധം ശക്തമാവുകയാണ്. ക്രൂരമായ റാഗിംഗ് നടന്നിട്ടും പ്രതികൾക്കെതിരെ നിസാര വകുപ്പ് ചുമത്തി ജാമ്യത്തിൽ വിട്ടയച്ചതിനാലാണ് പ്രതിഷേധമുയരുന്നത്. വിൻസിനെ പിടിച്ചുകൊണ്ട് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിച്ചു. തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതുമായാണ് പരാതി. ബിൻസിനെതിരെ നടന്നത് റാഗിംഗ് ആണെന്ന് കോളേജ് അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിട്ടും പോലീസ് വകുപ്പുകൾ ദുർബലമായതിലും ആക്ഷേപമുണ്ട്. ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടും ആർക്കു വേണ്ടിയാണ് ഭരണകൂടം കണ്ണടയ്ക്കുന്നത്? തെറ്റിനുള്ള പ്രോത്സാഹനമായിട്ടാണോ പോലീസിന്റെ ഈ നടപടിയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. സ്തനാർബുദത്തെ ചെറുക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. ഇന്ത്യയിലെ യുവതികൾക്കിടയിൽ സ്തനാർബുദം വർദ്ധിക്കുന്നതായി വിദഗ്ധർ. ജീവിതശൈലി ഘടകങ്ങൾ, മോശം പോഷകാഹാരം, ഉയർന്ന സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപഭോഗം, പരിസ്ഥിതി മലിനീകരണം, ഉദാസീനമായ ജീവിതശൈലി എന്നിവ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കൂട്ടുന്നു. സ്തനാർബുദത്തെ ചെറുക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്തനാർബുദം തടയുന്നതിനുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് ഇലക്കറികൾ. വിറ്റാമിൻ കെ, ബീറ്റ കരോട്ടിൻ, ല്യൂട്ടിൻ, സിയാക്സാന്തിൻ, മറ്റ് ഫൈറ്റോ ന്യൂട്രിയന്റുകൾ എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച്, നാരങ്ങ, മുന്തിരി തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി തുടങ്ങിയ ബെറി പഴങ്ങളിൽ അന്തോസയാനിൻ, വിറ്റാമിൻ സി തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുകയും DNA തകരാറിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന ക്വെർസെറ്റിൻ എന്ന ആന്റി ഓക്സിഡന്റുകൾ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നു.
തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.